ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെരിങ്ങോട്ടുകാവ് ഭഗവതി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അതെവിടെയാണെന്ന് വെച്ചാൽ കൊല്ലങ്കോടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അടിമക്കാവ് എന്ന് പറയുന്നത് ഈ അമ്പലമാണ്, പെരിങ്ങോട്ടുകാവാണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ പോവാറുണ്ട്. പിന്നെ അമ്മ മരിച്ച ശേഷം നമ്മൾ കുറേ ആയിട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇന്ന് ഷോപ്പൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ഷോപ്പില്ല. നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ് വാമിങ്ങും ഉണ്ട്. കൊടകര എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. അമ്മായിയുടെ മോളുടെ വീട് ഹൗസ് വാമിങ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനും പോകണം. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം പിന്നെ അങ്ങോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എണീച്ചു കേട്ടോ. 5 മണിക്കൊക്കെ എണീച്ചു, റെഡിയായി. അപ്പോൾ നമ്മളൊരു 7 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അധികം ഞാൻ സെറ്റ് മുണ്ടാണ് ഉടുക്കാറ്. അപ്പോൾ അതാ മോളും റെഡിയായി. പിന്നെ അതാ കണ്ണാം ചേച്ചിയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ ഷാളൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. മുടിയൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അതാ ഷാളൊക്കെ ഒന്ന് ശരിക്ക് കുത്തി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ. പിന്നെ ഏട്ടൻ കുളിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ വേഗം പോയിട്ടോ. ഈ സമയമില്ലാത്ത സമയത്ത് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതാ വീഡിയോയിലൊക്കെ നിർത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പെരിങ്ങോട്ടുകാവ് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടിമക്കാവാണ്, ഞാൻ പറഞ്ഞില്ല, അടിമക്കാവാണ് പെരിങ്ങോട്ടുകാവ് ഭഗവതി എന്ന് പറയുന്നത് ആ അമ്പലം. അപ്പോൾ നമ്മൾ എപ്പോഴും പൂജയ്ക്ക് കൊടുക്കുന്നതും പിന്നെ എന്താ പറയുക തടയിടുക എന്നൊക്കെ പറയില്ല, അതൊക്കെ അവിടെയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അത്രയ്ക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ അമ്മ പറഞ്ഞ് കേട്ടാൽ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ ചെയ്യണം. പക്ഷെ അതിപ്പോൾ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അത് എന്താണ് അമ്മ മരിച്ചൊരു വർഷം കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തൊഴുത് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ അടുത്താണ് കേട്ടോ ഈ അമ്പലം. കൊല്ലങ്കോടിൽ നിന്ന് കുറച്ച് പോയാൽ മതി. അങ്ങനെ നമ്മളിത് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ കുറേ വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കല്ലേ, ഷോപ്പ് വീട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ ഇതാ ഒരു മുത്തശ്ശി പൂ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാളല്ല 2-3 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു 2 മുഴം പൂവാണ് വാങ്ങിച്ചത് കേട്ടോ. 2 മുഴം വാങ്ങിച്ച് ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെച്ചു. പിന്നെ ഏട്ടനിതാ വഴിപാട് കൗണ്ടറിലാണ് കേട്ടോ പൂജയ്ക്ക് കൊടുക്കാനുള്ള അതൊക്കെ ചീട്ടാക്കുകയായിരുന്നു. പിന്നെ കണ്ണമ്മ ചേച്ചിക്ക് പൂ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. ഏട്ടൻ വരുന്ന വരെ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ, കോയമ്പത്തൂർ ആ സൈഡിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച പൊതുവെ നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങളിതാ തൊഴുത് വന്നു. ഞങ്ങൾ ചന്ദനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു മോളുടെ എടുത്തിട്ട്. അപ്പോൾ അവൾ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ തൊഴുത് വന്ന ശേഷം നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പിന്നെ പോകാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുത ശേഷം പിന്നെ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അതിന് ശേഷം പുറത്തൊക്കെ പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ തൊഴുതു. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം, ഒരു ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ടോ, വേഗമല്ല എന്നാലും സമയമായിട്ടോ, ഉള്ളിൽ പൂജയൊക്കെ തുടങ്ങാൻ സമയമായി. പിന്നെ ഇത് പുറത്ത് അമ്പലത്തിൽ തൊഴുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഇവിടെയും തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തൊരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ, ഭൈരവൻ എന്ന് പറഞ്ഞിട്ട്, അവിടെയും പൂജയ്ക്ക് കൊടുത്തിട്ട് തൊഴുതിട്ട് വേണം പിന്നെ നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇത് അവിടെയൊക്കെ പെരിങ്ങോട്ട് ഭഗവതിനൊക്കെ തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്ത് പോയി അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ പൂജയ്ക്ക് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലത്തെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പുറത്തുള്ള അമ്പലം. അപ്പോൾ പിന്നെ ഇവിടെയും പൂജയ്ക്കൊക്കെ കൊടുത്തു തൊഴുതിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ മോള് വീഡിയോ ഒക്കെ എടുക്കാൻ മടിച്ചോണ്ടേ നിന്ന്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് മോളെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗൊക്കെ എടുക്കണ്ടേ. പിന്നെ നമ്മൾ അവിടെയൊക്കെ തൊഴുത ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ചായക്കട. നമ്മളെപ്പോഴും പോകാറുള്ളതാണ് കേട്ടോ. കുറേ വർഷങ്ങളായി. ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് 16 വർഷമായി കേട്ടോ. അപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. നമ്മൾ അവിടെ തൊഴുത് വന്ന ശേഷം ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റോസ്റ്റാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ റോസ്റ്റും സാമ്പാർ, ചട്നി, ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ അവിടെ അമ്പലത്തിലെടുത്ത കുറേ വീഡിയോസാണ് കേട്ടോ.